എല്ലാം നാടകമാ. ചേച്ചിയെ മണ്ടിയാക്കാൻ വേണ്ടിയുള്ള തട്ടിക്കൂട്ട് നാടകം. പ്രസാദേട്ടന് സാധാരണ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതാ. അതാ പറഞ്ഞത്. തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ ശിവതാണ്ഡവം ആടാൻ പോയതും അവിടെ യാഗം നടത്തി പ്രസാദ് സാറിന്റെ ജീവൻ രക്ഷിക്കാനായി എവിടുന്നോ അമൃത് കൊണ്ടുവന്നതും ഒക്കെ കെട്ടുകഥയാ. പ്രസാദ് സാറും തുളസിയും ആ ഡോക്ടറും ചേർന്നുണ്ടാക്കിയ വെറും കെട്ടുകഥ. എന്റെ ദുർഗേച്ചി പാവം അതെല്ലാം അങ്ങ് വിശ്വസിച്ചു. വ്രതം എടുത്ത അസുഖം മാറുമെങ്കിലേ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം തുളസിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസാദേട്ടന്റെ പ്ലേ ആയിരിക്കാം. നല്ല ദുർഗേച്ചി ആണ്. എല്ലാവരും ചേർന്ന് ചേച്ചിയെ വിഡ്ഢിയാക്കുക. ഇനിയെങ്കിലും ചേച്ചി സ്വന്തം നിലപാടിൽ നിന്നിട്ടില്ലെങ്കിൽ നാളെ ആദ്യം ആ അലവലാതി പെണ്ണിന്റെ കൈയും പിടിച്ച് ഇവിടെ കേറി വരുമ്പോഴേ അവളെ നിലവിളക്കം വെച്ച് സ്വീകരിക്കേണ്ടി വരും ചേച്ചി. ദുർഗ വിഡ്ഢിയല്ല, വിഡ്ഢിയായി അഭിനയിക്കുകയായിരുന്നു പ്രസാദേട്ടന് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. സുലു, എന്താ ചേച്ചി? ഈ കളിയുടെ അന്തിമ വിജയം ആർക്കാണെന്നറിയോ? ആ പെണ്ണിന് തന്നെ, തുളസിക്ക്. അല്ല, ദുർഗയ്ക്ക്. തുളസിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണ് ഈ ദുർഗ. അതവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ആദ്യ പോലും അറിയാതെ അവന്റെ വിവാഹം എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയുമായിട്ട് ഞാൻ ഏത് നിമിഷവും നടത്തും. ആ കാര്യത്തിൽ ആദിക്കും അവന്റെ അച്ഛനും ഇപ്പൊ ഒരു സംശയം ഉണ്ടാവില്ല. ഉള്ളിലൊരു ഭയം, ഓർക്കുമ്പോ മാത്രം നടുങ്ങിപ്പോകുന്നൊരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിലാണ് ആദിയും പ്രസാദേട്ടനും ഇപ്പോ. തുളസി കൊണ്ടുവന്ന ആ ഏലസ് അറുത്തെറിയണം ചേച്ചി. നമുക്ക് നോക്കാലോ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്. അവസരം വരും. പ്രസാദേട്ടൻ ഇനിയും തുളസിയെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ആ ഏലസിന്റെ സ്ഥാനം പിന്നെ പ്രസാദേട്ടന്റെ കയ്യിലായിരിക്കില്ല, ഇവിടുത്തെ അടുപ്പിലായിരിക്കും. എത്രയും വേഗം ആദ്യം മാതിരിയും തമ്മിലുള്ള വിവാഹം നടത്തണം. അവരായിരിക്കണം തുളസിക്കെതിരെ ഇനി കളിക്കേണ്ടത്. എങ്കി പറ, ആദ്യേട്ടന് ആരെയാ? ആദ്യേട്ടന് തുളസിയാണോ എന്നെയാണോ ശരിക്കും ഇഷ്ടം? തുളസി. ആദ്യേട്ടാ, പിന്നെ ഞാൻ എന്തിനാ ആദ്യേട്ടന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? അത് എന്റെ അമ്മയും നിന്റെ മാമൂസും പറഞ്ഞിട്ട്. അപ്പൊ ആദ്യേട്ടൻ എന്നെ ശരിക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേന്ന് ചോദിച്ചാ ഈ കളിയും ചിരിയും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഉള്ള ചിണുങ്ങലും എല്ലാ ആദ്യേട്ടനും ഇഷ്ടാണല്ലേ? ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അയ്യോ, നിന്ന് മോങ്ങാണ്ട് വരുന്നുണ്ടെങ്കിൽ പോ. ഇല്ല, ആദ്യേട്ടൻ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞാലേ ഞാൻ വരൂ. എന്നാ പിന്നെ നീ അവിടെ തന്നെ നിന്നോ, ഞാൻ പോവാം. ആദ്യേട്ടാ. അയ്യോ, ഇതെന്തിനാ കരയുന്നേ? നിങ്ങളൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? എന്ത് കാഴ്ച? ഈ കഴുത എന്തോ കരഞ്ഞു തീർക്കുന്ന കാഴ്ച. ഇല്ല. അതാണ് ഈ കാഴ്ച. ആദ്യേട്ടാ എന്നെ കഴുതാന്ന് വിളിക്കുന്നു. തുളസി, ഇവൾക്ക് നല്ല ഇടി വെച്ചു കൊടുക്ക ആദ്യേട്ടാ. പിന്നെ ഓ, ഇയാളാണോ നിന്റെ യജമാനൻ? യജമാനൊന്നും അല്ല, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. കഴുതയ്ക്കും കല്യാണോ? നിർത്തടി, നിനക്കെന്താ വകതിരിവില്ലേ? വകയുണ്ട്, തെരുവ് തീരെയില്ല. നിനക്ക് എന്നെ കണ്ട കഴുത എന്നാ തോന്നല്ലേ? ചിലർക്ക് തോന്നില്ലായിരിക്കും, പക്ഷെ മറ്റു പലർക്കും തോന്നും. അതുകൊണ്ടേ ആരെങ്കിലും പിടിച്ച് മൃഗശാലയിലാക്കിയെന്ന് വരും. നോക്കിയും കണ്ടൊക്കെ ജോഗിങ് നടത്തിക്കോ. ഇവിടെ അടുത്തൊരു മൃഗശാലയുണ്ട്. ഓ അതെ, നീ സൂക്ഷിച്ച മതി. നിന്നെ കണ്ടാലേ അത് പിന്നെ ഡോഗ് അല്ല, മങ്കി. യെസ്, അതെ, നിന്നെ കണ്ട മങ്കി പോലുണ്ട്, നല്ല കൊരങ്ങനെ പോലുണ്ട്. അതെയോ? എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ടോ? എനിക്ക് വയ്യ. എന്തേ, തീർന്നോ? തീർന്നില്ല, നീ നോക്കിക്കോ. നിന്നെക്കാളും കഴിവുള്ളവളാ ആതിര. എന്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞില്ല. കാശിന്റെ ആണോ അതോ മണ്ടത്തരത്തിന്റെ ആണോ? നീ നോക്കിക്കോ, ഒരു മത്സരം വരട്ടെ, അപ്പൊ കാണിച്ചു തരാം ആതിര ആരാന്ന്. അതെ, ഒന്ന് നിന്നേ. ഒരു അർജന്റ് ഫയല് ACP കൊണ്ട് സൈൻ ചെയ്യിച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. മുഖം കണ്ടിട്ട് ACP മാമനെ കാണാൻ പറ്റാത്ത പോലെ ഉണ്ടല്ലോ.
ദുർഗേച്ചി സമ്മതിച്ചില്ല. സമ്മതിച്ചില്ലേ? ഇതെന്താ കുട്ടിക്കളിയാ? അർജന്റ് ഫയലാണെന്നല്ലേ പറഞ്ഞേ? അതെല്ലാം ഞാൻ പറഞ്ഞു. ദുർഗേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്നതിലും തെറ്റിദ്ധാരണയോ? എന്താണെന്നറിയില്ല. ACP ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. സൈൻ വാങ്ങിക്കാതെ ഓഫീസിൽ ചെന്ന പ്രശ്നമാവില്ലേ? DGPയുടെ ഓർഡറാണ്. ചുരുക്കി പറഞ്ഞ ACP സാറിന്റെ സൈൻ വാങ്ങിക്കാതെ ചെന്ന അച്ഛന്റെ തൊപ്പി തെറിക്കാൻ വരെ സാധ്യതയുണ്ട്. ഓഫീസിൽ ചെന്നിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞയക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. അതല്ലല്ലോ നിവൃത്തി. അച്ഛനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അച്ഛൻ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അതിന്റെ കുറച്ചില് കോൺസ്റ്റബിൾ ജയശീലനല്ല, അയാളുടെ മകളായ തുളസിക്ക. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അച്ഛൻ വണ്ടി തിരിക്കേ. നീ എവിടേക്കാ? അച്ഛൻ വണ്ടി തിരിക്കുന്നേ. എടി, എനിക്ക് ഓഫീസിൽ പോണം. ഓഫീസിൽ പോണെന്നോ? നിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? കോൺസ്റ്റബിളെ, ദുർഗമ്മ പറഞ്ഞ മാത്രം അനുസരിക്കോളോ? നീ സ്ഥലം പറ തുളസി. എനിക്ക് പോയിട്ട് ദേവമംഗലത്തേക്ക് വേറെ ആളെ പറഞ്ഞുവിടാനുള്ളതാ. അച്ഛൻ വണ്ടി തിരിക്കുക. ദേവമംഗലത്തേക്ക് വേറെ ആളൊന്നും പോണ്ട, അച്ഛൻ തന്നെ ധാരാളം. വേണ്ട മോളെ, വെറുതെ എന്തിനാ? ദുർഗേച്ചി സമ്മതിക്കില്ല. അതിന് ദുർഗാമ്മയെ കാണാനല്ലല്ലോ അച്ഛൻ പോകുന്നേ, ACP കാണാനല്ലേ? അതെ, പക്ഷേ അച്ഛൻ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസർ അല്ലേ? അതൊന്നും പറഞ്ഞിട്ട് ദുർഗേച്ചി സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കുമെന്ന് നമുക്ക് നോക്കാം. അച്ഛൻ വണ്ടി എടുക്ക. ഞാൻ കുറച്ചു മുമ്പേ വന്നു പോയതേ ഉള്ളൂ. പ്രസവ് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങാനോ? അല്ല, ജയനെപ്പോഴാ വന്നേ? ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ്. അരമണിക്കൂർ മുമ്പ് ഞാൻ റൂമിലുണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ ഉറങ്ങാണെന്ന് ആരാ ജയനോട് പറഞ്ഞേ? അത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ നിങ്ങളുടെ അളിയനും മോളും. ഞാൻ DGP തന്ന ഫയല് സൈൻ ചെയ്യിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം അങ്കിൾ. ഇവരെ ആന്റി അറസ്റ്റ് ചെയ്യിക്കെന്ന് പറഞ്ഞു. ഒന്ന് വിഡ്ഢിതരം പറയാതിരിക്കേ. അച്ഛൻ ഫയലുമായിട്ട് വന്നപ്പോ ദുർഗാമ്മ അച്ഛനെ അകത്തേക്ക് കയറ്റി വിട്ടില്ലെന്ന് പറഞ്ഞു. ഡ്യൂട്ടി ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ അയാളുടെ കർത്തവ്യം നിർവഹിക്കാൻ സമ്മതിക്കാത്തത് കുറ്റമല്ലേ മാമ? കുറ്റമാണ്. അവരെ അറസ്റ്റ് ചെയ്തൂടെ? തീർച്ചയായും. എന്നാ പിന്നെ എത്രയും വേഗം ദുർഗാമ്മയെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും മാമ. ഈ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തണം. എങ്കില് നീ എന്റെ ആന്റി ഒന്ന് അറസ്റ്റ് ചെയ്യിക്ക, ഞാനൊന്ന് കാണട്ടെ. ഓഹോ, നിനക്കിനി മതിയായിട്ടില്ലല്ലേ? നിന്നുണ്ടല്ലോ. നീ എന്റെ കൊച്ചിനെ അടിച്ചല്ലേ? നിന്നെ ഞാൻ... എന്താ ദുർഗ ഇത്? നീ എന്തായി കാണിക്കുന്നത്? ഈ വീട്ടിൽ കയറി വന്ന് എന്റെ മരുമകളാവാൻ പോന്നവളുടെ മേല് കൈവെക്കുന്നോ? ഈ ഒരൊറ്റ കാരണം മതി നിന്നെ പിടിച്ച് ജയിലിലിടാൻ. അതിരെ, നീ കരയാതിരിക്കും. വേണ്ട ആന്റി, എന്നോടൊന്നും പറയണ്ട. എന്നെ അവളെ അടിച്ചത് ആന്റി കണ്ടതല്ലേ? കൊല്ലണമായിരുന്നു അവളെ. ആന്റി അത് ചെയ്തോ? എല്ലാവരും അത് കണ്ടു നിന്നു. മോളെ, നമുക്ക് സമയമുണ്ട്. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഒരു നിമിഷം പോലും നിൽക്കില്ല. വഴിയിലൂടെ പോകുന്നവർക്ക് വന്ന് കയറി തല്ലാനല്ല എന്റെ മമ്മി ഡാനി എന്നെ വളർത്തിയത്. മോളെ, അതിരെ, നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? ആന്റിക്ക് എന്നോടുള്ള സ്നേഹം എന്താ? ആ തുളസിയെ എതിരിടാൻ ഒരാള്, അത്രല്ലേ ഉള്ളൂ. അതൊന്നും അല്ല, നിന്നോട് എനിക്കിപ്പോ വലിയ സ്നേഹവും ഇഷ്ടവാ. വേണ്ട. ഇന്നാ വൃത്തികെട്ടവള് നിന്നെ അടിച്ചെങ്കിലും കൊണ്ടതെനിക്കാ. ഞാൻ ആന്റി, ദേ ആദ്യമായിട്ട് എനിക്ക് ബാം കൊണ്ടുവന്നു. ബാമോ? എന്തിന്? അത് പിന്നെ എന്നെ ആ കാട്ടു തുളസി തല്ലിയില്ലേ, ദാ ഇവിടെ പറട്ടാനാ. എന്താടാ, നീ ആതിരെ കളിയാക്കാൻ വന്നിരിക്കുകയാണോ?
അല്ലമ്മേ. അതി കൂടുതൽ ഷോ കാണിക്കണ്ട. നിനക്ക് നിന്റെ അച്ഛനും ആളുകളെ കളിയാക്കാൻ വലിയ മിടുക്ക, അതെനിക്കറിയാം. ആ വേഷം കെട്ടല് ഇവളുടെ അടുത്ത് വേണ്ട. ആദ്യേട്ടനെ വഴക്ക് പറയല്ലേ ആന്റി? കേട്ടോടാ ഇവള് പറയുന്നത്. നിനക്ക് വേണ്ടിയാ ഇവള് അടികൊണ്ടത്. എന്നിട്ടും ഇപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ? എനിക്ക് വേണ്ടി അടി കൊണ്ടോ? അതെന്തിന്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇവളുടെ കയ്യിലിരിപ്പുണ്ട്, ഇവൾക്ക് അടി കൊണ്ടു. അതിനിടയിലേ എന്നെ പെടുത്തണ്ട. ഓഹോ, ആദ്യേട്ടൻ അപ്പൊ ഇത്ര നേരം എന്നെ കളിയാക്കുമായിരുന്നല്ലേ? പിന്നല്ലാതെ ഈ നിപ്പും ഭാവമൊക്കെ അവന്റെ അഭിനയമാ. അവന്റെ ഒരു ബാം അങ്ങോട്ട് കൊടുക്ക്. കൊണ്ടുപോടാ. സാധാരണ ഒരു ബെഡ് കോഫി കിട്ടാറുണ്ടായിരുന്നു, ഇന്ന് അത് കണ്ടില്ല. ബെഡ് കോഫി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോത്തൊന്നുമില്ലല്ലോ. അതൊരു നിസ്സാര കാര്യമല്ല, ഞാൻ ശീലിച്ചു പോയ കാര്യമല്ലേ മംഗളം. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെങ്കിൽ ഒരു ബെഡ് കോഫി മസ്റ്റാ. നിങ്ങൾക്ക് ഉറക്കത്തിന്റെ ആലസ്യം. ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, അതറിയൂ. എന്തുപറ്റി? കണ്ണിൽ വല്ല കുരുവോ മറ്റോ? കുരുവല്ല, കരട്. എന്റെ കണ്ണിൽ ഒരു കരട് പോയിട്ടുണ്ട്, തുളസി എന്ന കരട്. അതിനെ എടുത്തു കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകണം, എങ്കിലേ സമാധാനം ഉണ്ടാവും. നിന്റെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ തുളസി ഇപ്പൊ എന്താ ചെയ്തത്? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ഒന്ന് ശാന്തേട്ടൻ കേട്ടില്ലേ? ഞാൻ പരിതപിച്ചതും കണ്ണീരൊഴുക്കിയതും അല്ല വെറുതെ. ഓ, ഇന്നലത്തെ അടിപ്രശ്നമാണല്ലേ? ആതിരെ തുളസി ചെകിട്ടത്തടിച്ച കാര്യമല്ലേ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ആതിരയുടെ ചെകിട്ടത്ത് അവള് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതേ അളവിൽ തിരിച്ചു കൊടുക്കാനും എനിക്കറിയാം. ഇതിനു മുമ്പ് ഒരിക്കൽ ആതിര തുളസി കിട്ടുന്നു കൊടുത്തതല്ലേ? ഓ, അതിന്റെ കലിപ്പാണ് അവൾക്കെന്ന് എനിക്കറിയാം. ആ കലിപ്പ് തീർന്ന സ്ഥിതിക്ക് രണ്ടുപേരും സമാസമായില്ലേ? ഇനി നീയായിട്ട് അതിന്റെ ഇടയ്ക്ക് കയറി ചെന്ന് അത് നീ റീസ്റ്റാർട്ട് ചെയ്യണോ? അതെ, ശാന്തേട്ടന് അത് പറയാം. അടി കിട്ടിയിരിക്കുന്നത് നമ്മുടെ പേരക്കുട്ടിക്കാ. ആ കരച്ചിലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഉറങ്ങാൻ പറ്റാത്ത വിധം അതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്. നീ എന്തിനായി പിള്ളേരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നത്? ആ, എനിക്കിത് ആവശ്യമില്ലാത്ത ഇടപെടലല്ല. എന്റെ ആതിരമോളുടെ മുഖത്തടിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. എന്താ നിന്റെ പ്ലാൻ? എന്റെ പ്ലാൻ അത് വഴിയെ കാണാം. അത് താങ്ങാൻ തുളസിക്ക് കഴിയുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്താണ് സാർ, എന്നെ അറസ്റ്റ് ചെയ്യോ? ആ, ഇങ്ങനെ പോയാൽ നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. DGP ദുർഗാപ്രസാദിന്റെ ഉത്തരവായിരിക്കും. നീ എവിടെയാടി അടയ്ക്കാ കുരുവി? അടക്കിയ കുരുവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കോ? എവിടേക്കാണാവൂ ഈ പറക്കൽ? അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യം വെച്ചൊന്നും അല്ലല്ലോ അടക്കിയ കുരുവികൾ പറക്കാറുള്ളത്. ഓ, എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊത്തി തിന്നും, പിന്നെ വേറെ എവിടേക്കെങ്കിലും പറക്കും. ആ, അതുപോട്ടെ, എന്താണ് ഈ ഫോൺ കോളിന്റെ ഉദ്ദേശം? ആ എങ്കിലേ ലക്ഷ്യബോധമില്ലാതെ പറക്കുന്ന അടയ്ക്കാക്കുരുവി ഇവിടം വരെ ഒന്ന് പറന്നിട്ട് പോണം. എവിടം വരെ? ദേവമംഗലം വരെയോ? അയ്യോ, നമ്മളില്ലേ? അതെന്താ? ആ, അവിടെ എന്റെ ദുർഗമ്മ കെണിവെച്ചിട്ടുണ്ടാവും എന്നെ പിടിക്കാനായിട്ട്. അവരിപ്പോ വെറും ദുർഗയല്ലല്ലോ, പ്രതികാര ദുർഗയല്ലേ? അയ്യോ, നീ ഇങ്ങോട്ട് വാ. എന്ത് കണ്ണിച്ചോരയില്ലാത്ത വർത്താനം മാമനി പറയുന്നേ? ഈ അവസ്ഥയിൽ ഞാൻ അവിടെ വന്നാലേ എന്നെ മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചു കുടിക്കില്ലേ ദുർഗമ്മ? എടീ, അവളിപ്പോ ഇവിടുന്ന് പോവും. എവിടേക്ക്? അവളും ആതിരയും ആദ്യം സുലുവും കൂടെ പുറത്തു പോകാനിരിക്കുക. ആ, അങ്ങനെ പറ. ഞാനും വിചാരിച്ചു എന്റെ മാമന് ഇത്രയും ധൈര്യമൊന്ന്. ആ, അവര് പോയാ നമുക്കെന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ. എന്നെ പിടികൂടാൻ വേണ്ടി അവിടെ CC ക്യാമറ ഒന്നും വെച്ചിട്ടുണ്ടാവില്ലല്ലോ. ഓടി കുട്ടിക്കാളി, നീ ഇങ്ങോട്ട് വേഗം വാ. ഓക്കെ മാമ, ഞാൻ എന്താ വരിക. ആ, എന്നാ ആദ്യം അത് പറയണ്ടേ? അതിന് സാർ എന്നോട് ചോദിച്ചില്ലല്ലോ. മോള് ജയശീലന്റെ മകളല്ല, ACP പ്രസാദ് സാറിന്റെ മരുമകളാ. മോളുടെ പേരെന്താ? തുളസി. ആ, എവിടേക്കാ പോകുന്നേ? സാറ് പറഞ്ഞ ACP പ്രസാദിന്റെ വീട്ടിലേക്കാ. ആ, ഞങ്ങൾ പുതിയൊരു ഡ്യൂട്ടിയിലാ. ഈ വഴി പോകുന്നവർ എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നെല്ലാം ഡീറ്റെയിൽസ് എടുക്കണം. ഓ, ഞാൻ വിചാരിച്ചു ഹെൽമെറ്റ് വെക്കാത്തവരെ പിടിക്കാനായിട്ട് നിൽക്കായിരിക്കും. ഈയിടെ ക്രിമിനൽസിന്റെ ശല്യം കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യണം. ഓ, അച്ഛൻ മോളോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നോ?
ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിക്കാണും. എന്തായാലും മോള് സൂക്ഷിക്കണം. മോള് പേടിക്കണമെന്ന് കരുതിയായിരിക്കും അച്ഛനൊന്നും പറയാത്തത്. എന്താ സർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അന്ന് ആഭ്യന്തരമന്ത്രിയുടെ മകളെ ബന്ദിയാക്കിയ ക്രിമിനലിനെ കൊലപ്പെടുത്തിയത് ജയശീലനാണല്ലോ. അതിന്റെ വാശിയുണ്ട് അവർക്ക്. അവര് തുളസിയെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും സംശയം തോന്നിയാ പെട്ടെന്ന് മോള് വിവരം അറിയിക്കണം. ഓക്കെ സർ. എന്നാ തുളസി വയ്ക്കോ. വണ്ടി മാറ്റി നിർത്തിയിട്ട് വണ്ടിയുടെ ബുക്ക് അങ്ങോട്ട് മാറ്റി നിർത്ത്. സാറേ ഹെൽമെറ്റ് ഇല്ലാതെ വന്നേ. സാർ എന്താ ആലോചിക്കുന്നേ? അത് കഷ്ടമായി പോയല്ലോ. ഏത് സർ? അല്ല, നിന്നെ കൂട്ടാതെ അവര് പർച്ചേസിന് പോയതേ. എന്നോട് പിന്നൊരിക്കൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഓ, അപ്പൊ കാര്യം അത് തന്നെ. തുളസി ഇവിടെ വരുന്നതിന് മുമ്പായി ഇവളെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ദുർഗയുമായി അനാവശ്യ കാര്യത്തിന് വേണ്ടി അടിയുണ്ടാക്കേണ്ടി വരും. സാറിന് എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല. പിന്നെന്താ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചു തടവുന്നേ? നെഞ്ചുവേദനയൊക്കെ എപ്പോഴേ പോയി. എന്തായാലും തുളസിയുടെ കഠിനവ്രതം സാറിന് രക്ഷിച്ചു. എല്ലാവരും അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നെങ്കിലും അവസാനം ആ അന്ധവിശ്വാസം തന്നെ ജയിച്ചു. സുലുവിന് പുറത്തു പോണെങ്കിൽ പൊയ്ക്കോളൂ. വേണ്ട സർ, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ ഇവിടെ സഹായത്തിന് വേറെ ആരാ ഉള്ളത്? എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തോണ്ടാണോ ഒന്ന് വഴിയിൽ കുഴഞ്ഞു വീണത്? അന്ന് ഏതോ ഒരു സ്ത്രീ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയ തേങ്ങ പൊട്ടിച്ച് വെള്ളം തന്നോണ്ടല്ലേ സാർ ഇപ്പോഴും ഇവിടെ ജീവനോടെ നിൽക്കുന്നേ? അതൊക്കെ കഴിഞ്ഞില്ലേ. ഞാനിപ്പോ റോഡിലൊന്നും അല്ലല്ലോ, വീട്ടിനകത്തല്ലേ. ഇനിയിപ്പോ അഥവാ ദാഹിച്ചാൽ തന്നെ എടുത്തു കുടിക്കാൻ ഇവിടെ വെള്ളം ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യം ഓർത്ത് സുരു ടെൻഷൻ അടിക്കണ്ട. ഞാനിവിടെ സാറിനെ ഒറ്റയ്ക്കിട്ടിട്ട് പോയെന്ന് ദുർഗേച്ചി എങ്ങാനും അറിഞ്ഞാ ആ നിമിഷം എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. എന്നാലും അത് ശരിയായില്ല. നിന്നെ അവളിവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോയത് വല്ലാത്ത വിഷമായി പോയി എനിക്ക്. ഇപ്പൊ എന്താ ചെയ്യ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം. നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ പോയി വാങ്ങിക്കും, കേട്ടോ? എന്നെ ഇവിടുന്ന് ഒഴിവാക്കാനുള്ള എന്തോ പ്ലാനാണ്. കോഫി കഴിക്ക്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു? അതൊക്കെ സംഘടിപ്പിച്ചു, നീ കഴിക്ക്. എന്നാലും അതാരായിരിക്കും വന്നത്? പ്രിയയോ അതോ തുളസിയോ? എന്തായാലും അവളിവിടുന്ന് പോയിട്ടില്ല. സാധാരണ ഒരു കോഫി പോലും മുഴുവൻ കഴിക്കാത്ത പ്രസാദ് സാറ് 2 കോഫിയുമായും പോയി. നീ ഇരിക്ക്. ഇവിടെ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചു കളഞ്ഞു. അതിനെന്താ, നിനക്ക് ഒളിച്ചു കിടക്കാനുള്ള ട്രെയിനിങ് കിട്ടിയില്ലേ? അതെ, ഇനി നല്ലൊരു പയ്യനെ കൂടി കണ്ടെത്തണം. നോക്കാം. ഇപ്പോഴോ? നോക്കാം, സമയാവുന്നല്ലേ ഉള്ളൂ. കുറച്ചു കാലം കൂടി ഇങ്ങനെ അടിച്ചു പിടിച്ച് നടക്കട്ടേന്നേ. ആ സുലുവിനെ അടിച്ചു ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്റെ ഓരോ ഐഡിയയും അവളുടെ മുമ്പിൽ വിലപ്പോയില്ല. ഐഡിയയുടെ ഹോൾസെയിൽ ഡീലറല്ലേ ഞാൻ? അപ്പോഴല്ലേ എന്നെ വിളിക്കണ്ടേ? ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ സുലുവിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന്? ആഹാ, നീ എന്ത് ഐഡിയ ആയിരിക്കും പ്രയോഗിക്കുക? ആദ്യയും ആതിരയും തമ്മിൽ ഒന്നിപ്പിക്കുക, അതാണ് അവളുടെ ഉദ്ദേശം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ മാമൻ എന്തിനാ അവരെ എതിർക്കുന്നത്? ആ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്ന ഇഷ്ടമാണ്. ഉണ്ടാക്കിയെടുക്കുന്നതൊന്നും നിലനിൽക്കില്ല. അല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും സാധനം സ്ഥിരമായിട്ട് നിൽക്കാറുണ്ടോ? ഈ ജീവിതം അത് ഇഷ്ടമുള്ളവർ തമ്മിൽ ഒരുമിച്ച് കഴിയലാണ്. ആദിയെ സംബന്ധിച്ച് ആതിരയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ദുർഗാമ്മയ്ക്ക് ആദ്യം ആതിര ഒരുമിച്ച് കഴിയണമെന്നാവും. എല്ലാം ആ മംഗളാപ്പച്ചിയുടെ വാശിയ. മുൻവൈരാഗ്യം തീർക്കാൻ അപ്പച്ചി
ആദിയുടെയും ആതിരയുടെയും ജീവിതം വെച്ച് കളിക്കുക. ഇനി ചിലപ്പോ TV വെച്ചതായിരിക്കോ? ആ റൂമില് TV ഇല്ലല്ലോ. സാർ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചതാണെങ്കിലോ? അതിന് സാറിന്റെ ഫോൺ ഇവിടെ ഇരിക്കല്ലേ? ആരോടായിരിക്കും സാറ് സംസാരിച്ചത്? ആരോ അതിനകത്തുണ്ട്, ആ കാര്യം ഉറപ്പാ. ചേച്ചി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ സാറിന്റെ റൂമിൽ കയറി പരിശോധിക്കുന്നത് മോശമില്ലെന്ന് വിചാരിച്ചിട്ടാ നോക്കാതിരുന്ന. തുളസിയോ പ്രിയയോ അവര് രണ്ടുപേരിൽ ആരോ ആണ്. ഈ ഒരു കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ ദുർഗേച്ചി എന്നെ വിശ്വാസത്തോടെ ഇവിടെ നിർത്തിയിട്ട് പോയത്. കൺമുന്നിൽ കാണിച്ചു കൊടുത്ത എനിക്കൊരു സമ്മാനം ഉറപ്പാ. ഹലോ, ദുർഗേച്ചി എവിടെയാ? എന്താ കാര്യം പറ. ചേച്ചി എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വാ. എന്തുപറ്റി? പ്രസാദേട്ടൻ എന്തെങ്കിലും വയ്യായിക? സാറിനൊരു കുഴപ്പമില്ല. പിന്നെ അത് പിന്നെ എന്താ കാര്യമെന്ന് വെച്ചാ പറ. ചേച്ചി, സാറിന്റെ റൂമിൽ ആരോ ഉണ്ട്. ആര്? അതറിയില്ല. അകത്തിരുന്ന് സാർ ഏതോ സ്ത്രീയോട് സംസാരിക്കുന്നത് കേട്ടു. അതാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെയാ ഞാനും വിചാരിച്ചത്. പക്ഷെ അതല്ല. തുളസിയോ പ്രിയയോ അവര് രണ്ടുപേരിൽ ആരോ ഒരാൾ സാറിന്റെ റൂമിൽ കയറി പറ്റിയിട്ടുണ്ട്. കയറിപ്പറ്റാൻ നീ കണ്ടില്ലേ അവൾ അവിടെ വരുന്നത്? ഇല്ല ചേച്ചി, എങ്ങനെ അകത്തെത്തിയെന്ന് എനിക്കൊരു പിടിയില്ല. പിന്നെ നിന്നെ ഞാൻ എന്തിനാ അവിടെ നിർത്തിയിട്ട് പോന്നത്? ഒളിച്ചു കയറിയ ഞാൻ എങ്ങനെ കാണാനാ ദുർഗേച്ചി? നീ പ്രസാദേട്ടന്റെ റൂമിന്റെ ഡോർ തുറന്നു നോക്ക്. ഡോർ ഞാൻ തുറപ്പിച്ചു. എന്നിട്ട് അകത്ത് കയറി പരിശോധിക്കുന്നത് മോശമല്ലേ? ചേച്ചി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. രണ്ടുപേരും ഇപ്പൊ റൂമിലുണ്ട്. നമുക്ക് കൈയോട് പിടികൂടാം. ഞാൻ വരാം. ചിരിച്ചോ, ഞാൻ പെട്ടപാടെ എനിക്കേ അറിയുള്ളൂ. എന്തായാലും നിന്റെ ദുർഗാമ്മ ഇപ്പോ റൂം മുഴുവൻ തെരഞ്ഞു മടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എന്തോ സംശയം തോന്നിയോണ്ടായിരിക്കുമല്ലോ പെട്ടെന്ന് തിരിച്ചു വന്നത്. എന്തായാലും സുലുവിന് നല്ല സംശയം ഉണ്ടായിരുന്നു. അവര് ദുർഗാമ്മയെ വിളിച്ചു വരുത്തിയത് അവനാ സാധ്യത. നിന്നെ സമ്മതിക്കണം തുളസി. സമ്മതിക്കേണ്ടത് എന്നെയല്ല, എന്റെ മാമനെയാ. മാമന്റെ ഐഡിയ. മാമനാ എന്നെ അത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തിറക്കിയത്. പോലീസ് ബുദ്ധിയല്ലേ, മോശമാവില്ലല്ലോ. മാമന്റെ ബുദ്ധിയാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതെ, ACPയുടെ തലയടി. ഞാനൊരു സാധാ കോൺസ്റ്റബിളിന്റെ മോളല്ലേ. നീ നിന്റെ മാമനെ വിളിച്ചു നോക്കിയോ? അവിടെ ശേഷ സ്ക്രീനിൽ എന്താന്ന് അറിയണ്ടേ? അതറിയില്ല, കുറച്ച് കഴിയട്ടെ, വിളിച്ചു നോക്കാം. മാമൻ ACP ആണ്, ബുദ്ധിരാക്ഷസനാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എതിർകക്ഷിയെ ദുർഗാമ്മ. ദുർഗാമ്മയ്ക്ക് മുമ്പിൽ മാമൻ വെറും ഒരു സാധാരണ മനുഷ്യൻ പോലും അല്ല ചിലപ്പോ. അതറിയാം. നീ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ഭാഗ്യം. നിങ്ങൾ രണ്ടുപേരെ ആ റൂമിൽ വെച്ച് ദുർഗാമ്മ കണ്ടിരുന്ന നിങ്ങളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. മാമൻ പിന്നെ ദുർഗാമ്മയുടെ മുമ്പില് ഒന്നിനും കൊള്ളാത്തവനായി മാറും. നിനക്ക് പിന്നെ ദേവമംഗലത്തിന് പടി കയറാൻ പറ്റാത്ത അവസ്ഥയാവും. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ദേവമംഗലത്തിന്റെ പടി ചവിട്ടാനുള്ള അധികാരം എനിക്കിപ്പോഴും ഇല്ല. എനിക്കെന്നല്ല, എനിക്കും അമ്മയ്ക്കും മുമ്പിൽ ആ പടിവാതിൽ എന്നെ കൊട്ടിയടച്ചതല്ല. ഫ്ലാഷ് ബാക്ക് പറഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. നീ കേറ്, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിക്കടി, നീ എങ്ങനെ അത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്ത് കടന്നെന്ന് പറ. ഞാനല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെ ACP സാറാണെന്ന് പറഞ്ഞില്ലേ? എന്നാലും അത് എങ്ങനെയായിരുന്നു പറ. അറിയാനൊരു ആങ്സൈറ്റി, അതുകൊണ്ടാടി പറ. അതൊക്കെ ഒരു സീക്രട്ടാ. പറഞ്ഞെന്നാലേ നീ അത് ഉപയോഗിച്ച് വല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് എന്റെ മോള് തൽക്കാലം ആ കള്ളത്തിനൊന്നും പഠിച്ചു വെക്കണ്ട കേട്ടോ. വാ. ആതിരയെ തനിച്ചാക്കി അവനോട് എവിടെ പോയി ഒളിക്കാനാ പ്രസാദേട്ടൻ പറഞ്ഞത്? എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവനെ കൊണ്ടുവരും. ഒളിക്കാനോ? നീ എന്തായി പറയുന്നത്? പ്രസാദേട്ടനല്ലേ പറഞ്ഞത് സിറ്റിയിൽ ക്രിമിനൽസ് കൂടിയിട്ടുണ്ടെന്നും അവര് യുവാക്കളെയാണ് ലക്ഷ്യമിടുന്നതെന്നും. അങ്ങനെ റിപ്പോർട്ടുണ്ട്. ആദിയുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കി. ആതിരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും അവനോട് അവളെ അവിടെ തനിച്ചാക്കിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞത് അല്ലേ? ആദ്യം ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അവന്റെ ഏതൊരു ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയിട്ട് ആതിരെ ബീച്ചിൽ നിർത്തിയിട്ട് പോകേണ്ടി വന്നെന്ന. നിന്നോടേ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവള് വന്നിട്ടുണ്ട്. അല്ല, അവന്റെ ഏത് ഫ്രണ്ടിനാ ഇത്ര പെട്ടെന്ന് ആക്സിഡന്റ് പറ്റിയത്? അതൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് തിരിച്ചെത്താന്ന് കരുതിയാണത്രേ ആതിരയെ അവിടെ ആക്കിയിട്ട് പോയത്. പക്ഷേ
ആ പയ്യന് സീരിയസ് ആണത്രേ. എന്തായാലും ആ തിരക്കിനിടയിലും അവൻ ആതിരെ ഓർത്തല്ലോ. അപ്പോ അവനവളോട് സ്നേഹമുണ്ട്. അത് പിന്നെ ആരായാലും ഓർക്കില്ലേ? ഒരു പെൺകുട്ടിയെ വഴി നിർത്തി പോയിട്ട് അവളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ മാത്രം ഉത്തരവാദിത്വം ഇല്ലാത്തവനല്ല ആദി. അവന്റെ ഉത്തരവാദിത്വം നിങ്ങളായിട്ട് ഇല്ലാതാക്കാതിരുന്നാ മതി. ദുർഗ, ആദിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അവന്റെ കാര്യത്തിൽ ആവശ്യമുള്ള ശ്രദ്ധയൊക്കെ എനിക്കുണ്ട്. ഇത് അതുപോലെയല്ല ദുർഗ. അവൻ ക്രിമിനൽസിന്റെ നോട്ടപ്പുള്ളി ആവാൻ സാധ്യതയുണ്ട്. അന്നത്തെ ആ വെടിവെപ്പിന്റെ ഭാഗമായിട്ട് ഞാനും അവരുടെ ലിസ്റ്റിലുള്ള ആളായിരിക്കും. എന്നോടുള്ള പക അവരാദിക്ക് നേരെ പ്രയോഗിക്കും. എന്നെ വേദനിപ്പിക്കാൻ അവർ പ്രയോഗിക്കുന്ന വഴി അതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നീ വിഷമിക്കണ്ട. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിനിടയില് ക്രിമിനൽസിനെ എല്ലാം പോലീസ് വലയിലാക്കും. ആദിമോന്റെ കാര്യം എന്ത് ചെയ്യും? അത് പറ. അവനെ തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറ്റാം. അത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയുള്ളൂ. എങ്കിലേ അവനെ ആതിരയും കോഴിക്കോടുള്ള ആതിരയുടെ അച്ഛന്റെ വീട്ടിലേക്ക് അയക്കാം. അവിടെയാവുമ്പോ പേടിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ അവനെ ബാംഗ്ലൂരുള്ളൊരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് അയച്ചാലെന്നൊരു ആലോചനയുണ്ട്. അപ്പോ ആതിരയുടെ ജീവൻ ഒരു വിലയില്ലേ? അവളെ ക്രിമിനൽസ് ആക്രമിക്കില്ലേ? കല്യാണം ആലോചിക്കുന്നുണ്ട്, വേറെയല്ല. ആദിമോൻ അവിടെ എന്തിനും തയ്യാറായി നിൽക്കുമ്പോ ഞാൻ എന്തിനാ അവക്ക് വേറെ ഒരു ചെറുക്കനെ അന്വേഷിക്കുന്നേ? അതിനൊരു കുഴപ്പമില്ല. സ്വർഗത്തിലിരുന്ന് ഭൂമിയിലെ മനുഷ്യരുടെ വിവാഹം നിശ്ചയിക്കുന്ന ദൈവം വിചാരിച്ചാ പോലും അത് മുടക്കാനാവില്ല. ആതിര ദേവമംഗലത്തെ മരുമകളായി വരിക തന്നെ ചെയ്യും. ഇനി നിനക്കതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറ, നമുക്ക് ആലോചിക്കാം. പറഞ്ഞോ. ഇനി ആദിയും ആതിരയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ തുളസിക്ക് വേണ്ടി കണ്ടുവച്ച പയ്യനായിരുന്നു ആദി എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. ദുർഗയോടൊരു വാക്കു പറഞ്ഞ അവൾ ആ നിമിഷം തന്നെ തുളസിയെ നിലവിളക്ക് വച്ച് മരുമകളായി സ്വീകരിച്ചിരിക്കും. നിനക്കറിയാവുന്നതല്ലേ, അത്രയ്ക്ക് ഇഷ്ടമാ ദുർഗയ്ക്ക് നിന്റെ തുളസിയെ. പ്രിയ, നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മംഗളപ്പച്ചയോട് പറ. എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഏത് നിമിഷവും ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കും. അങ്ങനൊരു പേടി നിന്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നീ എന്റെ ആതിരമോൾക്ക് വേണ്ടി വേറെ ചെറുക്കനെ അന്വേഷിക്കാൻ തിടുക്കം കൂട്ടിയത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ നല്ല അസലായിട്ട് കള്ളം പറയുന്നുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ പെങ്ങളല്ലേ. നിന്റെ മനസ്സൊന്നു പെടഞ്ഞ അതെനിക്ക് മനസ്സിലാവും. നിന്റെ മകളെ ദുർഗയ്ക്ക് കണ്ണിന് നേരെ കണ്ടൂടാ. ആജന്മ ശത്രുക്കളായ കീരിയേയും പാമ്പിനെയും വെല്ലുന്ന ശത്രുക്കൾ. അങ്ങനെയുള്ള ഒരുവളുടെ വീട്ടിലേക്ക് എന്ത് ധൈര്യത്തിലാ നീ നിന്റെ മകളെ കെട്ടിച്ചയക്കാൻ നോക്കുന്നത്? തുളസിക്ക് ആ വീട്ടിൽ എന്തെങ്കിലും മനസമാധാനം കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിനക്കും വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ? ദുർഗേച്ചിയാണല്ലോ ആദിയുടെയും തുളസിയുടെയും കാര്യത്തിൽ എതിർപ്പ് കാണിക്കുന്നത്. അപ്പൊ പിന്നെ അവര് ചിന്തിക്കുന്നതൊക്കെ മംഗള അപ്പച്ചിയിലൂടെ നമ്മളിലെത്തിക്കും. ഇതങ്ങനെയല്ല. നമ്മുടെ മോളുടെ കുറ്റവും കുറവും അവൾക്ക് ഇല്ലാത്ത സാമ്പത്തിക സൗകര്യങ്ങളും എല്ലാം നിർത്തിയിട്ട ആദിമോനെ യോജിച്ചതല്ല തുളസി എന്ന് അവര് പറഞ്ഞത്. ആതിരയുടെ ആലോചനയായിട്ട് അവര് മുന്നോട്ട് പോവാന്നും പറഞ്ഞു. ജയേട്ടാ, നമ്മളിപ്പോ എന്താ ചെയ്യ? കുട്ടികളുടെ മനസ്സ്. ആദിമോന് ഇനി വല്ല മനമാറ്റം ഉണ്ടായാലോ? അങ്ങനെ സംഭവിക്കുമോ? പറയാൻ പറ്റില്ല. എല്ലാ ഭാഗത്തുനിന്നും അവനെ നിർബന്ധിക്കുമ്പോ അവന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവാലോ. അരുതാത്തൊന്നും ചിന്തിക്കണ്ട. എത്രയോ വർഷങ്ങളായി ദുർഗേച്ചി ആദിയും തുളസിയും വേർപിരിക്കാൻ നോക്കുന്നു. കുട്ടികളായിരിക്കുമ്പോ ചെയ്ത പ്രവൃത്തികളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ?
നീ ഈയിടെയായിട്ട് നിസ്സാര കാര്യത്തിൽ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഓർമ്മയില്ലേ, മനസ്സിന് ടെൻഷൻ കൊടുക്കരുത്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ കഴിയണ്ടേ. മനസ്സിലേക്ക് ഓരോ ചിന്തകൾ കടന്നു വരിക, നല്ലതും ചീത്തയൊക്കെ ആയിട്ട്. എങ്ങനെ ഞാൻ എന്റെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക? അതിനിടയിൽ ഇങ്ങനെ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളും. നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടല്ലോ, നമ്മുടെ കുട്ടികളെയും വിശ്വസിക്കുക. ആദിയെയും തുളസിയെയും ഒരുമിപ്പിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. ദൈവം അത് കേൾക്കും. ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന കല്യാണങ്ങൾ നടത്താൻ വേണ്ടി പണ്ട് മുതലേ നടത്തിപ്പോരുന്ന ഒരു ആചാരമാണിത്. അതൊക്കെ പഴഞ്ചൻ പരിപാടിയാ. ന്യൂജൻ പിള്ളേരൊന്നും ഇതിന് നിൽക്കില്ല. ആദ്യേട്ടൻ പ്രത്യേകിച്ചും. ആദ്യേട്ടനെ പറ്റി ഇത്ര മോശമായി ചിന്തിക്കാൻ പാടില്ലായിരുന്നു സുലു ആന്റി. അത് കൊള്ളാലോ. എന്റെ ചിന്തക്കായോ ഇപ്പൊ കുഴപ്പം? പിന്നെ അല്ലാതെ പഴയ പൈങ്കിളി ഏർപ്പാടൊന്നും ഇപ്പൊ ഇല്ല. ചില രീതികൾ മാറിയിട്ടുണ്ടാവും എന്നല്ലാതെ പൈങ്കിളിക്ക് ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഏത് ബുദ്ധിജീവി ആയാലും കയ്യിലിരിപ്പ് പൈങ്കിളിത്തരം തന്നെ ആയിരിക്കും. നീ ഏതായാലും ആദ്യം ഫോണിൽ വിളിച്ചോണ്ടിരിക്കാൻ മറക്കണ്ട. ചിലപ്പോ അവൻ തിരിച്ചു വരുമ്പോഴേ അവന്റെ കൂടെ തുളസിയും ഒക്കത്തൊരു കുഞ്ഞും കാണും. അയ്യോ, കൃഷ്ണഭഗവാൻ അമ്മാവനായ കംസനെ വധിച്ചതുപോലെ ഇവിടെ ദുർഗാവധം നടക്കുമെന്ന എന്റെ പേടി. അപ്പോഴാ നിന്റെ വായിന്ന് തലയുളിത്തരം വീണാലേ ACP ആണെന്നൊന്നും ഞാൻ നോക്കൂല. നല്ല അടിവെച്ചേരും ഞാന്. അമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്കേ. സത്യം പറയണം. സത്യമേ പറയൂ. എങ്കിൽ പറയും. ഗുരുവായൂരും തൃക്കൂട്ടൂർ അമ്പലവും തമ്മില് എത്ര ദൂരമുണ്ട്? അത് എന്റെ അമ്മേ, തുളസി തൃക്കൂട്ടൂർ അമ്പലത്തില് കഠിന വ്രതം അനുഷ്ഠിക്കാൻ പോയപ്പോ അവക്ക് കൂട്ടുപോയത് അമ്മയല്ലേ? ചേടാ, എന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര ഒരു അഭിനയവും. അയ്യടാ. അതെ, ജയൻ ഇവിടെ വന്നിരുന്നു, എല്ലാം പറഞ്ഞു. പിന്നെ ആരാടാ അവൾക്ക് കൂട്ടുപോയേണ്ടത്? തീർച്ചയായും ഇത്രയും പുണ്യം ചെയ്ത അമ്മ തന്നെയാ അവക്ക് വഴികാട്ടിയായിട്ട് പോവേണ്ടതും. പിന്നെ തുളസിമോളുടെ കൂടെ തൃക്കോട്ടൂർ അമ്പലത്തിൽ ഞാനുണ്ടായിരുന്ന കാര്യം ദുർഗയോട് നീ പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് ഞാൻ പറയൂ. അതൊക്കെ ദുർഗ അറിഞ്ഞാലേ അതോട് തീരില്ലേ ദുർഗയ്ക്ക് അമ്മയോടുള്ള എല്ലാ അടുപ്പവും. എനിക്കൊന്നും മറച്ചു വെച്ച ശീലമില്ല. ദുർഗ എങ്ങാനും അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാ ഞാൻ എന്തു പറയും? അമ്മ ഒന്നും അറിയാത്തതുപോലെ അങ്ങ് സംസാരിച്ചാ മതി. ധർമ്മം ജയിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ പോലും പല സത്യങ്ങളും മറച്ചു വെച്ചിട്ടില്ലേ? അങ്ങനെ സമാധാനിക്കാം. ജയിക്കും അമ്മേ. ദുർഗയും തുളസിയും തമ്മില് ശരിക്കും നടക്കുന്നത് യുദ്ധം തന്നെയാ. അവർക്കിടയിൽ വേദനിക്കുന്നത് നീയും പ്രിയയല്ലേ? എല്ലാം കലങ്ങി തെളിയുന്നൊരു ദിവസം വരുമമ്മേ. ആ ഒരു പ്രതീക്ഷയിലാണല്ലോ ഞാൻ ജീവിക്കേണ്ടത്. ഓ, വന്നോളൂ. അങ്കിൾ, ഒരു ഗോപി. ഗോപി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം സാറേ. മോളെ, ആന്റി ഒന്ന് വിളിച്ചേ. പിന്നെ എങ്ങനെയുണ്ട്? നമ്മുടെ കൃഷിയൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? ഉണ്ട് സാറേ. നാളികേരവും വാഴയും കുഴപ്പമില്ല. ബാക്കിയൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുന്നേ ഉള്ളൂ. ഒരു പ്രയോജനവും ഇല്ല. എന്തായാലും നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു സുഖം വേറെ തന്നെയല്ലേ? അത് ശരിയാ. ഇത്തവണത്തെ വിളവെടുപ്പിന്റെ കുറച്ച് പച്ചക്കറിയും 2-3 ഏത്തക്കുലയും അടുക്കളയിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, രാസവളങ്ങളൊന്നും ചേർക്കാറില്ലല്ലോ? അതെ സാറേ, നമ്മുടെ തോട്ടത്തില് അതൊന്നും കയറ്റാറുകൂടിയില്ല. നന്നായി. മാഡം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതനുസരിച്ച് തന്നെയാ കൃഷി ചെയ്യുന്നതും. ഗോപി, കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷിയിൽ നമുക്ക് ഗുണമൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ലായിരുന്നു മാഡം. ഇഞ്ചിയും മഞ്ഞളും നന്നായിരുന്നു. മഴയ്ക്ക് മുമ്പ് തെങ്ങിന്റെ തടവെടുക്കണമെന്ന് പറഞ്ഞത് ചെയ്തോ? ആ പണി തുടങ്ങി മാഡം. പണിക്കാര് കുറവാ. നമ്മുടെ ഫാമാണോ ആന്റി? കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. എനിക്ക് കൃഷി വലിയ ഇഷ്ടാ. ജൈവ കൃഷിയാ നമ്മൾ ചെയ്യുന്നത്. ഓർഗാനിക് മാത്രം.
ഞാനിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനും വരട്ടെ ആന്റി? ആ, നീയും പോന്നു. കൃഷിരീതികളൊക്കെ കണ്ടുപിടിക്കുന്നത് നല്ലതാ. ഇവളെന്ത് കൃഷി പഠിക്കാൻ? ഗോപി ചെയ്തിട്ട് തന്നെ ഗുണമൊന്നുമില്ല. അപ്പഴാ ഗോപി ക്യാഷ്. ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. എന്താണ് ഇപ്പൊ കൃഷിയിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ്? ഇത്രയും നാൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പ്രസാദേട്ടന്റെ ഉത്തരവാദിത്തം അല്പം കുറയ്ക്കാമെന്ന് കരുതി. എല്ലാം പ്രസാദേട്ടനെ ഒറ്റയ്ക്ക് എത്ര കാലം ചെയ്യും? അങ്കിളിന് റെസ്റ്റ് വേണ്ട അല്ലേ ആന്റി? ഇവൾക്ക് എപ്പോഴും എന്നെ ഒരു രോഗിയായിട്ട് കാണാൻ എന്താ ഇത്ര നിർബന്ധം? ഈ പ്രസാദേട്ടന്റെ ഒരു കാര്യം, നല്ലതും പിടിക്കില്ല ചീത്തയും പിടിക്കില്ല. ആതിര വെറുതെ പറഞ്ഞതാ. അതെങ്ങനെയാ? പോലീസിലല്ലേ ജോലി. എന്റെ അമ്മയുടെ സ്ഥലത്തുനിന്ന് എന്നെ ഓടിക്കാനായില്ലേ? നിനക്ക് നടി ഭ്രാന്തുണ്ടോ? എന്റെ പറമ്പിൽ കയറി തോന്നിയാസം കാണിച്ചതും പോരാ, ആതിരെ ചെളി തള്ളിയിട്ടോ? ഇവളെ തള്ളുകയല്ല, വേണ്ടി വന്നാ അവിടെ തന്നെ ഞാൻ അടക്കുകയും ചെയ്യും. എന്റെ അമ്മയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതല്ലേ? നീ അധികാരവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ സ്ഥലമേ നിന്റെ അമ്മയുടെതാണെന്ന് പോയി ചോദിച്ചിട്ട് വാടി, എന്നിട്ട് വന്ന് നിന്ന് കൊരയ്ക്ക്. എന്റെ അമ്മയും മാമനെയും നമുക്ക് വിളിപ്പിക്കാം. അവർക്കറിയാലോ ഈ സ്ഥലം ആരുടെയാണെന്ന്. ചേച്ചി, പ്രസാദ് സാർ ഇവിടെ വന്ന പ്രശ്നമാകും. പ്രിയ ഈ സ്ഥലം ചേച്ചിയുടെ പേരിൽ എഴുതി തന്ന വിവരം പ്രസാദ് സാർ അറിയും. അതാകെ പ്രശ്നത്തിലേക്ക് പോകും. അതിലും നല്ലത് നൈസായിട്ട് ഇവിടെ നിന്ന് ഒഴിയുന്നതാ. ദുർഗേച്ചി, നമുക്ക് പോവാം. ആന്റി എന്തോന്നും പറയാത്തത്? ഈ കാട്ടുമാക്കാത്തി എന്നെ ചെളി കുളിപ്പിച്ചത് ആന്റി കണ്ടില്ലേ? ഈ സ്ഥലത്തിന് അധികാരം പറഞ്ഞു വന്നാ ഇനി ചെളിയിൽ കുളിക്കാൻ പോകുന്നത് നിന്റെ ദുർഗാന്റി ആയിരിക്കും. അത്രക്കാ നീ ചുണയുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് തള്ളിയിട്, ഞാനൊന്ന് കാണട്ടെ. അവളുടെ ചേച്ചി വിട്ടേക്ക്. തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. ആന്റി, ഇവളെ അടിച്ച് താഴെ തള്ളിയിട് ആന്റി. ഇവൾക്കുള്ളത് ഞാൻ പിന്നീട് കൊടുത്തോളാം. നിങ്ങൾക്കുള്ളത് ഞാൻ ലേറ്റ് ആക്കുന്നില്ല. വീട്ടിൽ പോയി അമ്മയെ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ തന്നോളാം. പിടി. ഒന്നും അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ആന്റി, എന്നെ ഞാൻ എന്ത് ചെയ്യും? സുലു, എന്നെ ഇങ്ങനെ നോക്കണ്ട. വെള്ളമല്ലേ കിടക്കുന്നത്, നമുക്ക് വൃത്തിയായിട്ട് കഴുകിയിട്ട് കൊണ്ടുപോവാം. വാ മോളെ, വാ. നിന്നെ ഞാൻ വിടില്ലടി. ഇപ്പോഴില്ല, പിന്നെ നടക്കാം. ഇപ്പോ ഇവരെ കൂടി അറിയിച്ച് ഈ സന്തോഷം കളയണോ? തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ആഹാ, നീ നമ്മുടെ സ്ഥലം കാണാൻ പോയിട്ട് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ? ഞാനില്ലാത്ത നേരം നോക്കി രണ്ടാളും റൊമാൻസിലാണല്ലേ? പിന്നെ ഈ വയസ്സാം കാലത്തല്ലേ ഒരു റൊമാൻസ്? നീ പോടി പെണ്ണെ. റൊമാൻസിന് പ്രായവും നേരവും ഇല്ലടോ പ്രിയേ. എപ്പ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആവാം, അല്ലേ ജയൻ സാറേ? അതെ അതെ. പിന്നെ നിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ തന്നെ അവിടെ എന്ത് പ്രശ്നം? തോട്ടത്തിൽ കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അങ്ങോട്ട് പോയൊരാവശ്യം ഇങ്ങോട്ട് വന്നപ്പോ ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഞങ്ങൾ അവിടെ പോയി കൃഷിയൊക്കെ നോക്കി തിരിച്ചു വന്നു. ആ കൃഷിയിടം എന്റെയും പ്രിയയുടെയും പേരിൽ വാങ്ങണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. പ്രിയയ്ക്ക് അതിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏട്ടന്റെ പേരിൽ വാങ്ങിയാൽ മതി എന്ന് അവള് പറഞ്ഞത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ ലോകത്തിലെ ഏറ്റവും വിനീത വിധേയായ എളിമയുടെ ആൾരൂപമാണല്ലോ പ്രിയ. അവളുടെ സ്വഭാവം അതാ. സ്വഭാവത്തിന്റെ മഹിമ കൂടുതൽ പറയണ്ട. അന്ന് വീട് ഭാഗം വയ്ക്കുമ്പോൾ കണ്ടതല്ലേ, സ്വത്തിനോടുള്ള ആർത്തിയും വീതം വെച്ചെടുക്കാനുള്ള ആവേശവും. അന്ന് അവൾ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്ത് കാരണം? സ്വത്തിനോടും പണത്തോടും ഉള്ള ഒടുങ്ങാത്ത ആർത്തി, എങ്ങനെ എല്ലാം പിടിച്ചെടുക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം, അത്രയേ ഉള്ളൂ. നീയേ ഇതുവരെ അവളെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ഈ കൃഷിഭൂമിയുടെ പകുതി അവളുടെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ നിനക്ക്? ആ സ്ഥലത്തിന്റെ ആധാരം ഇപ്പോ എന്റെ കയ്യിലാ. അവൾക്കൊരു അവകാശവും അതിലില്ല. ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക്. അവളുടെ വിവാഹത്തിന് ആ സ്വത്ത് ഉപകരിക്കണം. കാര്യം നമ്മുടേതെന്നോ അവരുടേതെന്നുള്ള വേർതിരിവൊന്നും അല്ല. പിന്നെ എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ.
ആ സ്വത്ത് കണക്ക് പറഞ്ഞാ നമ്മുടേതാ. അർഹതപ്പെട്ടവരിൽ അത് വന്ന് ചേരുകയും ചെയ്യും. അതെ, അതിന്റെ അവകാശം തുളസിയിലൂടെ ആദ്യത്തിൽ എത്തും ചെയ്യും. ഇല്ല, അങ്ങനെ ആ സ്വത്ത് വന്ന് ചേരണ്ട. ആദ്യ വിലപേശി ഉറപ്പിക്കാനുള്ള തന്ത്രമൊന്നും ആ മണ്ണിന്റെ പേരിൽ പ്രസാദേട്ടൻ മെനയണ്ട. ദുർഗ, മണ്ണ് വെട്ടി അടർത്തുന്നതും ബന്ധങ്ങൾ വെട്ടിമുറിക്കുന്നതും സങ്കടമുള്ള കാര്യമാണ്. കഴിയുമെങ്കിൽ അത് രണ്ടും വേർപിരിക്കാതിരിക്കണം. എന്റെ മകന്റെ പേരിൽ ഒരു മണ്ണും വേണ്ട, അല്ലാതെ അത് എന്റെ കയ്യിൽ വന്ന് ചേരും. നീ എന്താ ഉദ്ദേശിച്ചത്? ആ സ്വത്തുക്കള് പ്രിയയുടെ നിന്ന് പിടിച്ചു വാങ്ങുവന്നു? അതൊരിക്കലും നടക്കില്ല, ഞാൻ അനുവദിക്കില്ല. ഞാനും എന്റെ അനിയത്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സാക്ഷ്യപത്രം ആ ഭൂമി. അതിൽ മറ്റാർക്കും അവകാശം പറയാനില്ല. അതൊക്കെ എന്നേ എന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഏതാപത്തിലും അവൾക്കൊപ്പം ഞാനുണ്ടാവുമെന്ന് അവൾക്ക് ബോധ്യപ്പെടാൻ നൽകിയതാ ആ ഭൂമിയും അതിന്റെ ആധാരവും. വില കൊണ്ടോ എഗ്രിമെന്റ് കൊണ്ടോ നിലനിർത്തേണ്ടതല്ല മനുഷ്യബന്ധം. പക്ഷേ ചില നേരത്ത് നിർജീവമായ ചില വസ്തുക്കൾ ജീവിതത്തെ സജീവമാക്കി നിർത്തും. ആ കൃഷിയിടം അങ്ങനെയാ. അവിടെ വളരുന്ന ഫലവൃക്ഷങ്ങൾ പോലെ കലർപ്പില്ലാത്തത്, ഞങ്ങളുടെ സ്നേഹം പോലെ. സിക്കന്ദർ, എന്തൊക്കെയാ വിശേഷം? 2019 മോഡൽ ബ്ലൂ കളർ സ്കൂട്ടർ 125cc. ഞാൻ ചോദിച്ചത് നീ പറയുന്നത്? നീ വിശേഷം എന്താന്ന് ചോദിച്ചു, ഞാൻ വണ്ടിയുടെ വിശേഷം പറഞ്ഞു. നീ മൊത്തം നമ്പറാണെന്ന് എനിക്കറിയാം. നിന്റെ തലയ്ക്കൊപ്പേ ഈ നാട്ടിലാരും പിടിച്ചു നിൽക്കില്ല. അറിയാലോ. അപ്പൊ പിന്നെ മുട്ടാൻ വരല്ലേ? ദേ, വെറുതെ ഇരുമ്പിൽ കടിച്ച് പല്ല് കളയരുത്. അതവിടെ നിൽക്കട്ടെ, നീ നമ്മുടെ സ്ഥലത്ത് പോയിരുന്നോ? ഇവനെന്തോ അറിഞ്ഞിട്ടുള്ള വരവാണല്ലോ. ദുർഗമ്മ അവിടെ ചെന്നെല്ലാം പറഞ്ഞോ? ഹലോ എൻസൈക്ലോപീഡിയ, നീ എന്തൊന്നും പറയാത്ത? ഇക്കാര്യത്തില് ഒരറിവില്ലാത്ത പോലെയാണല്ലോ നിന്റെ നിൽപ്പ്. എന്താ നിനക്ക് അറിയണ്ടേ? നീ ഇന്ന് നമ്മുടെ സ്ഥലത്ത് പോയിരുന്നോ? നമ്മുടെ സ്ഥലം എന്ന് പറയാൻ നിനക്കും എനിക്കും ഷെയർ ആയിട്ടൊന്നും ഇല്ലല്ലോ. നമ്മുടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഷെയർ ഒന്നും അല്ല. എന്റെ നിന്റെ വീട്ടുകാരുടെ പേരുള്ള സ്ഥലമില്ലേ, അവിടെ നീ പോയോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നീ ഇപ്പൊ അതറിയുന്ന എന്തിനാ? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. നീ പോയോ ഇല്ലയോ? ഇല്ല, പോയില്ല. നീ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ടല്ലോ. എന്താ, എന്തെങ്കിലും മഹാത്ഭുതം അവിടെ സംഭവിച്ചോ? തെങ്ങില് മാങ്ങ ഉണ്ടാവുകയോ പാടത്ത് പാല് പൂക്കുകയോ അങ്ങനെ എന്തെങ്കിലും? അതല്ല, അമ്മ ആതിര അവിടെ പോയിരുന്നു. അവിടെ വെച്ച് ആതിര എന്താ വീണു എന്നും പറഞ്ഞു. എന്നെ ഓടിക്കാനായോ നീ? എടി, നീ അവിടേക്ക് പോവുകയും അവിടെ വെച്ച് എന്തെങ്കിലും വഴക്കുണ്ടായി ആതിര ചെളിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു എന്ന് എനിക്കൊരു സംശയം. അത് ചോദിക്കാനാ ഞാൻ വന്നത്. വന്നപ്പോ നീ സ്കൂട്ടർ എഴുതുന്നു. ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോഴേ എനിക്കൊരു സംശയം. നിന്റെ അമ്മയുടെ അസുഖം നിനക്കും തുടങ്ങി? എന്താ അസുഖം? ചേച്ചി ഇപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? മനസ്സിൽ അങ്ങോട്ട് പോകുന്നില്ല. ആതിരയല്ല അവള് ചെളി തള്ളിയിട്ടത്, എന്നെയാ. അത് പിന്നെ ചോദിക്കാനുണ്ട്. ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ അത്. ഇതിന് ഞാൻ അവളോട് പ്രതികാരം ചോദിച്ചിരിക്കും. തീർച്ചയായും ചോദിക്കണം ചേച്ചി. ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവളെ ജയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാതാവും. ഞാൻ ഇപ്പൊ തന്നെ അവളെ പോയി കണ്ടാലോന്നാ. ഇപ്പോഴെന്തായാലും വേണ്ട ചേച്ചി. അതെന്താ? തുളസിക്ക് ആവശ്യത്തിനുള്ളത് ചേച്ചി ആ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആതിരയെ അവള് ശാരീരികമായാണ് ഉപദ്രവിച്ചതെങ്കിൽ ചേച്ചി തുളസിയുടെ മനസ്സിനെയാ മുറിവേൽപ്പിച്ചത്. കണ്ണ് കലങ്ങിയിട്ടാ അവൾ അവിടുന്ന് പോയത്. അതെയോ? നീ കണ്ടോ? പിന്നെ തന്നെയുമല്ല, പാടത്ത് നടന്ന കാര്യങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാവും നല്ലത്. അത് ഞാൻ ആലോചിക്കാകെയല്ല. പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടായ ഞാൻ പ്രിയയുടെ കയ്യിൽ നിന്ന് ആധാരം വാങ്ങിച്ച കാര്യം പ്രസാദേട്ടന് അറിയും. അത് തന്നെ. പ്രസാദേട്ടൻ അറിഞ്ഞാ അത് വലിയ പ്രശ്നമാവും. അതറിയാവുന്നോണ്ടാ ഞാൻ അടങ്ങിയിരിക്കുന്നത്. കൃഷിസ്ഥലത്ത് നടന്ന കാര്യങ്ങൾ തൽക്കാലം ഒന്ന് കെട്ടടങ്ങട്ടെ. തുളസിക്ക് പണിയെടുക്കാനുള്ള അവസരേ അവള് തന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് തരും. സ്ഥലത്തിന്റെ ആധാരം എന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ജയവും നമ്മുടെ ഭാഗത്ത് തന്നെയായിരിക്കും. അതെ, പാവം ആതിരയ്ക്ക് വല്ലാതെ വേദനിച്ചെന്ന് തോന്നുന്നു. അവൾക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ലേ? കിട്ടിയ അവസരം ഉപയോഗിച്ച് ആ നരുന്ത് പെണ്ണിനെ ചെളിയിൽ ചവിട്ടി താഴ്ത്തണ്ടായിരുന്നു അവള്. എനിക്ക് എന്റെ കൈ ധരിച്ച് വന്നതാ. നമ്മൾ 3 പെണ്ണുങ്ങൾ ഉണ്ടായിട്ടും ആ കൊഞ്ചിനെ തൊലി കളഞ്ഞതുപോലുള്ള പെണ്ണിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ എനിക്ക് ആലോചിക്കുമ്പോ എന്നോട് തന്നെ ലജ്ജ തോന്നുവാ.
ആ ലജ്ജ ഇപ്പൊ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അതെ അതെ, തോന്നേണ്ടത് തോന്നേണ്ടപ്പോ തോന്നണായിരുന്നു അല്ലേ? മാത്രമല്ല ഇവിടെ ഉണ്ടാക്കുന്ന സകലതിന്റെയും ടേസ്റ്റ് അറിയാം. വേണമെങ്കിൽ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് പോലും ഇവൾക്കറിയാം. എന്റെ മരുമകള് തുളസിയല്ല, ദേ ഇവളാ ഞാൻ. പ്രസാദേട്ടന്റെ പെങ്ങളുടെ മകളെന്ന നിലയ്ക്കാവല്ലേ നിങ്ങൾ മരുമകളെന്ന് തെറ്റിദ്ധരിച്ചത്? ഞാൻ പറഞ്ഞത് എന്റെ മകൻ ആദിത്യന്റെ ഭാര്യയാവാൻ പോകുന്നവളെന്ന നിലയിലാ. സോറി മാഡം, ഞാൻ അറിഞ്ഞില്ല. ആ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ആന്റി, എന്റെ ഡ്രസ് വൃത്തിയേടാക്കി. നിനക്കെന്താടി കണ്ണു കാണാൻ വയ്യേ? അയ്യോ മാഡം, തുളസിയല്ല, ആതിരയാണ് തുളസിന്റെ പ്ലേറ്റിലേക്ക് വന്ന് വീണത്. വന്നു വീഴാൻ ഇവളെന്താ പാറ്റയോ മറ്റോ? പാറ്റയായാലും പരുന്തായാലും കൊള്ളാം. ഇനി ഇതൊന്നും കഴിക്കാൻ കൊള്ളില്ല. ഇതിന്റെ കാശ് വന്നിട്ട് പോയാ മതി. അമ്മയും മരുമോളും. എന്റെ ആദിമോൻ കല്യാണം കഴിക്കാൻ പോകുന്നവളാണ് ആതിരയെന്ന് പറഞ്ഞ എന്റെ കലിയാ നിനക്കല്ലേ? നിങ്ങളുടെ മോൻ ആരെ കല്യാണം കഴിച്ചാലും എനിക്കെന്താ? ആതിരയുടെ ഡ്രസ്സിൽ അഴുക്കായത് കണ്ടില്ലേ? മര്യാദയ്ക്ക് അത് തുടച്ചു കൊടുക്ക്. ഞാനെന്തിനു തുടച്ചു കൊടുക്കണം? ഇവളല്ലേ എന്റെ പ്ലേറ്റിലേക്ക് വന്ന് വീണത്. നീ അവളെ കരുതി കൂട്ടി കാല് വെച്ച് തള്ളിയിട്ടതല്ലേ? എനിക്കറിയാത്. അതെ, ഞാനും കണ്ടതാ ഇവള് കാല് വെച്ച് തള്ളിയിടുന്നത്. ഇത് വലിയ കഷ്ടായല്ലോ. ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളു ചെന്ന ഇല വീണാലും കുറ്റ ഇലക്ക് തന്നെ പറഞ്ഞ പോലെ കാര്യങ്ങള്. നിന്റെ പഴഞ്ചൊല്ലി കേൾക്കാനുള്ള സമയം എനിക്കില്ല. നിങ്ങക്ക് സമയം ഉണ്ടാകുമ്പോ എന്നെ വിളിച്ചാ മതി. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് പഴഞ്ചൊല്ലുകൾ പറഞ്ഞുതരാം. അതിന് കുറവുണ്ട് നിങ്ങളുടെ മരുമോൾക്ക്. നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട. ആന്റി, എന്റെ ഡ്രസ് ക്ലീൻ ചെയ്ത് തരാൻ പറ. എന്താ നിനക്ക് കയ്യില്ലേ? അതോ അതും നിന്റെ ആന്റി ഷെൽഫിൽ വെച്ച് പൂട്ടിയിട്ടാണോ വരുന്നേ? മര്യാദക്ക് എന്റെ ഡ്രസ് ക്ലീൻ ചെയ്ത് താടി. നീ നിന്റെ ദുർഗാന്റി വിളിക്കുന്ന പോലെ എടി പൊടിന്നൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങിയല്ലേ എന്റെ വിധം മാറും. തുളസി, വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട. ഞാൻ വേണമെങ്കിൽ തുടച്ചുതരാം. വേണ്ട, ഇവള് തന്നെ തുടയ്ക്കണം. തുടയ്ക്കാം. അയ്യോ, ഇത് തുടച്ചാ പോവില്ല, കഴുകേണ്ടി വരും. എന്നാ വേഗം കഴുകി കൊടുക്കും. ഇപ്പൊ തന്നെ കഴുകി കൊടുക്കാം. ചെല്ലുമോളെ, നിന്നെ ചെളിയിൽ വീഴ്ത്തിയപ്പോഴേ ഇവളെ കൊണ്ട് തന്നെ കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. ദൈവം അതിനൊരവസരം ഇപ്പോഴാ കൊണ്ടുവന്ന് തന്നത്. അതെ, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തല്ലേ പറ്റൂ. വരൂ ആതിരെ, നിങ്ങളും വാ. വാ. ഇനി ബാ. വേണ്ട വേണ്ട തുളസി, പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ ആന്റി? Stop it.
എന്തുവഴി കാണിക്കുന്നു? നിർത്താൻ. ഇതാണ് മാഡം വാട്ടർ സർവീസ്. ഇല്ല, പറ്റില്ല മാഡം. തുടക്കം തോറും കൂടി കൂടി വരുന്ന അഴുക്കാണ് നിങ്ങളുടെ മരുമോളുടെ ഡ്രസ്സിലുള്ളത്. അതുകൊണ്ട് സർവീസ് നിർത്താൻ പറ്റില്ല. അലറാതടി. ഇതേ സൗജന്യ സേവനം. കാശൊന്നും വേണ്ട. പറഞ്ഞത് നീ മനുഷ്യ സ്ത്രീയല്ല, രാക്ഷസിയാ. നോക്കിക്കോ, ഇവളെ വെള്ളം ഒഴിപ്പിച്ച് നനപ്പിച്ചതുപോലെ നിന്നെ ഞാൻ കണ്ണീരിൽ കുളിപ്പിക്കും. ആവശ്യമില്ലാതെ തുളസിയെ നോവിക്കാൻ നോക്കിയാലേ ഇതല്ല ഇതിനപ്പുറവും തുളസി ചെയ്യും. ഇന്നലെ ഞാൻ ആ സ്വപ്നം കണ്ടു. കതിർമണ്ഡപവും നാദസ്വരമേളവും കത്തിച്ചു വെച്ച നിലവിളക്കിന് സാക്ഷിയാക്കി എന്റെ ആദി നിന്റെ കഴുത്തിലെ താലി കെട്ടുന്നു. ആളുകൾ മംഗളാശംസ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നു. അനുഗ്രഹത്തിനായി നിങ്ങൾ എന്റെയും പ്രസാദേട്ടന്റെയും കാൽ തൊട്ട് വന്നിക്കുന്നു. നിന്റെ നെറുകയില് പ്രസാദേട്ടൻ കൈവച്ച് ദീർഘസുമംഗലി ഭവാന്ന് അനുഗ്രഹിക്കുന്നു. നീ നോക്കിക്കോ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. പക്ഷെ ആന്റി, ആദ്യേട്ടൻ എന്നെ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ആദ്യേട്ടന്റെ ശ്രമം. അതൊന്നും നീ കാര്യമാക്കണ്ട. ആദ്യം എന്തൊക്കെ പറഞ്ഞാലും അവനെ സ്വന്തമാക്കാൻ നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആദ്യം നീ നിന്റേതാക്കി മാറ്റണം. ഈ ആഭരണങ്ങൾ നിന്റെ കഷ്ടപ്പാടിനുള്ള പാരിതോഷികമാ. ഇതെല്ലാം എനിക്കുള്ളതാണോ? അതെ, നീ ഇതൊക്കെ എടുത്ത് നണിഞ്ഞേ ആന്റി ഒന്ന് കാണട്ടെ. അയ്യോ, താങ്ക് യു ആന്റി, മൈ സ്വീറ്റ് ആന്റി. ദേവമംഗലം തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചു വരുന്നവർക്ക് പാരമ്പര്യമായിട്ട് നൽകിപ്പോരുന്ന ആഭരണങ്ങളായത്. ഇതിന്റെ മൂല്യം കാശുകൊണ്ട് തിട്ടപ്പെടുത്താനാവില്ല. ഇവിടുത്തെ മുത്തശ്ശിക്ക് അവരുടെ അമ്മ കൈമാറി, അമ്മ അത് എനിക്ക് കൈമാറി, ഞാനിത് നിനക്ക് കൈമാറുന്നു. ദുർഗേ, ഓ, പാഴ്സൽ ഫുഡാണല്ലേ? അപ്പൊ ഇന്നും ആതിരയായിരിക്കും ദേവമംഗലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്. ചെട്ടിനാട് ചിക്കനോ അതോ തനി നാടൻ ചിക്കനോ? അവൾ ഉണ്ടാക്കുന്ന ചെട്ടിനാടൻ ചിക്കൻ പട്ടി പോലും കഴിക്കില്ലെന്ന് സുലുനൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയാലെന്താ? ഇത് ആതിരയെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നൊന്നുമല്ല. അവളോടെ അവൾക്ക് അറിയാവുന്ന പണി വല്ലതും ചെയ്യാൻ പറ. വെറുതെ എന്റെ മാമന്റെ വയറ് ചീത്താക്കാതെ. ആതിരയെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. അവളൊരു പാവം കുട്ടിയല്ലേ? പാവക്കുട്ടിയോ? പാവക്കുട്ടിയല്ല, പാവം കുട്ടി. ആ, അതെനിക്ക് മനസ്സിലായി. നിന്നെ എന്തായാലും ദുർഗേച്ചി വെറുതെ വിടൊന്നും നീ കരുതണ്ട. എനിക്കങ്ങനെ ഒരു വിചാരവും ഇല്ല. സുലുവും ദുർഗാമയും പിന്നെ ആ പാവക്കുട്ടിയും എന്നെ തിന്നാൻ വന്നിട്ട് എന്തായി? അതിനുള്ളത് നിനക്ക് വേറെ തരുന്നുണ്ട്. ഓ, അപ്പൊ എല്ലാം സെക്ഷൻ തിരിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ആതിരയെ നീ കുളിപ്പിക്കുമല്ലേ? അവളെ കുളിപ്പിക്കുക മാത്രല്ല, വേണ്ടി വന്നാ അവളെ കുളിപ്പിച്ചു കിടത്തും. നീയേ ഒരു പെണ്ണാ, ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ഈ പറയുന്ന ആളും ദുർഗാമയും പിന്നെ നിങ്ങളുടെ ആതിരയൊക്കെ ആണാണോ? അതെനിക്ക് പുതിയ അറിവാ. ആ ഷോപ്പില് ആളുകളുടെ ഇടയിൽ വെച്ചാ നീ ആതിരയെ കുളിപ്പിച്ചത്. മരണം വരെ അത് അവളുടെ മനസ്സിലുണ്ടാവും. ആ, ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിച്ചതല്ലേ? മരണം വരെ അക്കാര്യം മനസ്സിലുണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ല കാര്യം. അപ്പൊ ശരി, പോട്ടെ. ആ, നിക്ക് 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 നിക്ക്, നിന്നോട് പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ടില്ല. ആതിരയുടെ കുളിയെ പറ്റിയോ അതോ അവൾ ഉണ്ടാക്കുന്ന പട്ടിനാട് ചിക്കനെ പറ്റിയോ? രണ്ടിനെ പറ്റിയോ അല്ല. പിന്നെ നീ കാരണം ദേവമംഗലത്ത് നിന്നും ഒരു പട്ടിയെ പോലെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പോകുന്ന നിന്റെ മുത്തശ്ശിയില്ലേ രുക്മിണി അമ്മ, അവരെ കുറിച്ച്. മുത്തശ്ശിയെ തെരുവിലേക്ക് ഇറക്കി വിടാനോ? ആര്? നിന്റെ ദുർഗാമ്മ തന്നെ. അനാവശ്യം പറയരുത്. നിനക്ക് അനാവശ്യമായി തോന്നുന്നതാ. ദുർഗേച്ചിയെ സംബന്ധിച്ച് അത് ആവശ്യമാ. ദുർഗാമ്മയ്ക്ക് എന്നോടല്ലേ ശത്രുതയുള്ളൂ. മുത്തശ്ശിയോട് ദുർഗാമ്മയ്ക്ക് ഒരു ശത്രുതയില്ല. പിന്നെ
പിന്നെ എന്തിനു മുത്തശ്ശി അവിടെ നിന്ന് ഇറക്കി വിടണം? അങ്ങനെ വിശദമായി ചോദിക്ക്. നിന്റെ കഠിനവ്രതം ഉണ്ടായിരുന്നല്ലോ ഏതോ കടിച്ചാ പൊട്ടാത്ത രാജ്യത്ത്. എന്തായിരുന്നു ആ അമ്പലത്തിന്റെ പേര്? തൃക്കോട്ടൂർ അമ്പലത്തിന്റെ കാര്യമാണോ? അത് തന്നെ, തൃക്കോട്ടൂർ അമ്പലം. നീ അവിടെ ചെന്ന് മനസ്സിൽ ആഗ്രഹിച്ചത് എന്തായിരുന്നു എന്ന് ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത്. അത് പ്രസാദ് സാറിന്റെ ജീവന് വേണ്ടിയോ നിനക്കാദ്യ സ്വന്തമായി പുഴുങ്ങി തിന്നാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ലല്ലോ. ആ പാവം തള്ളയെ ആ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്തായാലും നിന്റെ ആഗ്രഹം ദൈവം കേട്ടു. ഇത്ര ശക്തിയുള്ള ദൈവമാണ് ആ അമ്പലത്തിലെന്ന് എനിക്കറിയില്ലായിരുന്നു. സുലിച്ചേച്ചി എന്താ ഉണ്ടായത്? ഒന്ന് വേഗം പറ. സുലിച്ചേച്ചിയോ? ദുർഗമ്മയുടെ വാലെന്ന് ഇറത്തു നോക്കിയാലോ നീ വിളിക്കുന്നേ? അങ്ങനെ വിളിക്കടി. എന്നാലും പറയാം. പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ഭസ്മവും ചന്ദനവും തൊട്ട് പ്രാർത്ഥനയും വഴിപാടുമായി നടന്ന ഒരു പാവം തള്ളയെ നീ കൊലയ്ക്ക് കൊടുത്തില്ലേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിനക്ക് ദേഷ്യമല്ല വരേണ്ടത്, സങ്കടാ വരേണ്ടത്. സ്വന്തം മുത്തശ്ശിയെ തെരുവിലിറക്കേണ്ടി വന്നതിന്റെ സങ്കടം. എന്താ കാര്യം വെച്ചാ പറയാനല്ലേ പറഞ്ഞത്? കൈവിട്. നീ എന്നോടല്ല ദേഷ്യം കാണിക്കേണ്ടത്. ദേവമംഗലത്ത് വെടിയുണ്ട നെഞ്ചിൽ പേരി നടക്കുന്ന നിന്റെ മാമന്റെ ഭാര്യയില്ലേ, അവരോട് പോയി തീർക്ക് നിന്റെ അരിശം. അപ്പൊ അവര് പറഞ്ഞു തരും ഉണ്ടായത് എന്താണെന്നും അവരെന്തിനാണ് നിരാഹാരവ്രതം അനുഷ്ഠിക്കുന്നതെന്നും. നിരാഹാരവ്രതോ? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സ്കൂട്ടറിൽ കറങ്ങി നടക്കുക. നിനക്ക് അഭിമാനം എന്നൊന്നുണ്ടോടി? വേഗം പറഞ്ഞോ എന്താ ഉണ്ടായെന്ന്, ഇല്ലെങ്കിൽ ഈ തറയിലിട്ട് ഉരുട്ട് ഞാൻ. പിന്നെ തൃക്കോട്ടൂർ അമ്പലത്തില് നിന്റെ സഹായിയായി ആരായിരുന്നു ഉണ്ടായിരുന്നത്? പറമോള് തുളസി. അത് തന്നെ. ഇനി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിന്നിട്ട് ഒരു കാര്യമില്ല. കള്ളിയെ കൈയോടെ പിടിച്ചിരിക്കുക ദുർഗേച്ചി. വേഗം ചെന്ന് രക്ഷിച്ചില്ലെങ്കിലേ നിന്റെ രുക്മിണിയമ്മ ഇതിലേ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് കാണേണ്ടി വരും. പിന്നെ നീ അമ്മ എന്ന് പേരുകൂട്ടി വിളിക്കുന്ന ദുർഗാമ്മയില്ലേ, അവരതിന്റെ സത്യാവസ്ഥ അറിയുന്നത് വരെ പച്ച വെള്ളം പോലും കുടിക്കില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുക. അതുകൊണ്ട് എനിക്കുള്ള ഫുഡ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു. എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് വ്രതവും ശബ്ദമൊന്നും ഇല്ല. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞാൻ പൊക്കോട്ടെ. ബൈ.